എന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷെ ഒന്നും കാണുകയില്ല. മറ്റേ അടുത്ത് കൊണ്ടൊന്ന് കാണിക്കുമല്ലായിരുന്നു. ആ ബോർഡെല്ലാം അങ്ങോട്ട് മാറ്റിക്കടി. അതെ അതെ, ഇങ്ങോട്ടും ഉണ്ടോ? ഇവിടെ വെച്ചോ. ഇതൊരെണ്ണം വെച്ചില്ല. അത് വേണ്ടതേ, അത് ആ സെറ്റിൻ്റെ ഇപ്പോൾ വെച്ചിരിക്കുന്ന സെറ്റിൻ്റെ ഞാൻ ഓണാക്കിയിട്ടിരിക്കുക. അത് എല്ലാം ഇവിടെ കൊണ്ട് നിൽക്കും. അപ്പോൾ ഇതിവിടെ വെക്കണേ? ഒന്നും അവിടെ വെക്കണ്ട. എല്ലാ സാധനം അതിനെ സംബന്ധിക്കുന്ന മുഴുവൻ സാധനം ഇവിടെ കൊണ്ട് നോക്ക്. പലതരത്തിട്ടാ കാണുമോ? ആ ടി വി ഓണാക്കി കാണിച്ച് കംപ്ലൈൻറ്റ് കാണില്ല. അത് അഡാപ്റ്റർ എടുത്ത് അതിൻ്റെ അഡാപ്റ്റർ താഴെ വെച്ചിട്ടുണ്ടേ. ചെല്ലുമ്പോൾ എടുത്ത് കസ്റ്റമറുടെ അതിനകത്ത് വെക്കാൻ ഓർക്കണേ. ഇതിവനെ വിളിക്കുക. പാനൽ ശരിയാകല എന്നെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചേ, പാനൽ ശരിയാവുമെന്ന് പെട്ടെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അവിയൽ പരുവത്തിലുള്ള സർവീസാണ്. അവിയൽ പരുവെന്ന് പറഞ്ഞാൽ ഒത്തിരി സെറ്റുകൾ, എല്ലാം ഒന്നും പൂർണ്ണമായിട്ടൊന്നും വീഡിയോ ഒന്നും പിടിക്കാനും പൂർണ്ണമായിട്ട് റെഡിയാകാത്തതുമായ സെറ്റുകളുണ്ട്. സ്പീഡിൽ നമ്മൾ നോക്കുകയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ്. ആദ്യം പടം കാണില്ല, ടി വി വീഡിയോ പടം കാണില്ല, എൻ്റെ കംപ്ലൈൻറ്റ് കാണില്ല, അങ്ങനെ കുറേ സാധനമെല്ലാം കൂടെ. ഏതെങ്കിലും കോഡ് വേറെ ഈ കോഡ് വയറൊന്നും അല്ലല്ലോ. ആ കോഡ് മതിയെന്നേ, അതെല്ലാം അതിന് കറക്റ്റാണ്. ഇതോ? അവിടെ അല്ലെന്നേ, ഈ അഡാപ്റ്ററാന്നേ. അഡാപ്റ്റർ സെറ്റ് അല്ലേ? അഡാപ്റ്റർ സെറ്റ്. ഇത് സോണിയുടെ ഫുൾ HD TV ആണ്. പാനൽ പോയതാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്നാ ചെയ്താലും എത്ര ദിവസം നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രോപ്പറായ ഫുൾ പുതിയ പാനൽ മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ പാനലിനൊക്കെ വിലയൊക്കെ പഴയ വിലയൊന്നുമില്ല, വളരെ കുറച്ച് വില കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാത്രം എടുത്തു. ഇതാ കിടന്ന സാധനം തന്നെയായിരുന്നു നല്ലത്. ഇത് പുള്ളിയുടെ ആ അയൺ കുത്തിയാണ് ഞാൻ ഊരി വിട്ടേരെ. അത് ഓണാക്കിയിട്ടിരിക്കുന്നു. ഒന്നാറ് ഇതോ? ഓക്കെ.
1500 രൂപ. 1500 രൂപ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ടെക്നീഷ്യനെ കണ്ടോ? സോൺചാൻ്റെ പുറകിൽ നിൽക്കുന്നു. പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണേ. കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളി എന്തെങ്കിലും ചോദിക്കും. അതെ. പിടിച്ചു വന്നു. ഓക്കെ. പുതിയ ആൾ വന്നോണ്ട് ഞാൻ കൈ മാറി. സ്റ്റാൻഡൊക്കെ ആണ് എടുത്ത് വെക്കുന്നു. അല്ല ഉണ്ട്. ഹലോ, പറഞ്ഞിട്ട് കാര്യം. ആ, എന്നാ വേറെ കോള് വരുന്നുണ്ടോ? ഇവിടെ ബെല്ല് വരുന്നതല്ല എടുക്കുന്നുണ്ട്. വേറെ രണ്ട് മൂന്ന് കോൾ ഒന്നിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒന്നേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് കിട്ടാതെ പോകും അന്നേരം. ഇത് ഈ പാനൽ എടുക്കാനാണ്. ഇതിൻ്റെ അടിയിലെ പാനലിൻ്റെ ലൈൻ കിടക്കുന്നത്. അപ്പോൾ ഈ 2 സ്ക്രൂ എടുത്ത് ഇതുകൂടെ മാറ്റിയാൽ ഇതിങ്ങോട്ട് സ്ലൈഡ് ചെയ്തെടുക്കാം. ഞാൻ വന്നെടുത്ത് തരാം. മാറിക്കോ. കൊച്ചു കുട്ടികളൊക്കെ മാറിക്ക്. മറ വിളിച്ചിട്ട് കിട്ടിയില്ലേ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു എൻജോയ്മെന്റ്, ഒരു രസം. അല്ല, ഞാൻ ചെയ്ത പണിക്ക് നാട്ടുകാർക്ക് എനിക്കൊരു, ഞാൻ ആയിരുന്നു ഇത് മുഴുവൻ ചെയ്ത് നിങ്ങൾക്ക് തന്നിരുന്നു എന്ന് അറിയിക്കാൻ. നീ കണ്ണാടി ചെലുത്തി. ഇല്ല, അടുത്ത കിട്ടുമല്ലോ. കുഴപ്പമില്ലെന്ന്. എന്തൊന്നും കുഴപ്പമില്ല. വേറെ വിഷയം ടി വിയുടെ കാര്യങ്ങളൊക്കെ പറയാം. സ്പീക്കർ ഊരി വിട്ടു. നീ സ്പീക്കറിൻ്റെ വേറെ ഏതാണ്? ആ മീറ്റർ എന്താ? എയോടെ പാനലാവുള്ളൂ.
ഹലോ. ഹലോ, ആ പറഞ്ഞോളൂ. ഇത് ബാങ്കല്ലേ? എന്തോ? ബാങ്കല്ലേ? ഇത് ബാങ്കല്ലേ? ബാങ്കല്ല, ബാങ്കല്ല. ഓ, കാശി ഒന്നും ഓ ഇല്ല, ഒരു 10 രൂപ താഴെ വരുള്ളൂ. നന്നാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടല്ല, ഇത് നന്നാക്കാൻ പറ്റിയല്ലോ, ഇത് ഷോർട്ടാ. അവിടുത്തെ വോൾട്ടേജ് അവിടെ ഇല്ല. അവിടെ വോൾട്ടേജ് ഇല്ല. നമ്മൾ ആ വോൾട്ടേജ് പാനലിൽ നിന്നുള്ളത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ. ഒന്നെങ്കിൽ ഒരു സൈഡ് ഓക്കെ ആണെങ്കിൽ 2 സൈഡും പോയതായില്ല. 2 സൈഡാവുള്ളൂ, ഒരു സൈഡ് ഈ സൈഡ്. ഒരു സൈഡ് പോയതാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യും. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഒന്നും പറയാൻ പറ്റില്ല. വീഡിയോ പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ. ഒറ്റക്കാലം നടക്കുന്ന പരിപാടിയുണ്ട്. അത് മതി. നീ പുള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ ഒറ്റക്കാലം നടത്താൻ പറ്റുമെന്നാണ് ഇപ്പം നോക്കിയത്. ഇത് ഒറ്റക്കാലം നടക്കില്ല, 2 കാലം പോയതാ. 2 കാലും മുടന്താ. ഹലോ. ചിരിച്ച് മൊത്തം മാറി. അതെ അതെ അതെ. അതെ, ഞാൻ നെറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്പർ ഇൻഫർമേഷന് വേണ്ടി വിളിച്ചതാണ്. ആ പറഞ്ഞോളൂ. TV അങ്ങനെയുള്ള സാധനങ്ങൾ, ഈ പ്ലേ സ്റ്റേഷൻ അങ്ങനെയുള്ള ഐറ്റംസ് സെയിലുണ്ടോ? പ്ലേ സ്റ്റേഷൻ പ്ലേ സ്റ്റേഷൻ റെഡിയാക്കാൻ പറ്റിയില്ല. റെഡിയാക്കാനല്ല, പുതിയത് വാങ്ങിക്കാനല്ലേ. പുതിയത് വാങ്ങിക്കാനാണ്. പ്ലേ സ്റ്റേഷൻ തരാം. പ്ലേ സ്റ്റേഷൻ പുതിയത് തരാം. സോണിയുടെ. അപ്പം എനിക്ക് വേണ്ടതേ പോർട്ടബിൾ PS5 പോർട്ടബിൾ ഒരെണ്ണം പുതിയ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ചോദിച്ചിട്ട് പറയാം. നമ്പർ നോട്ട് ചെയ്തു. എവിടുന്നാ വിളിക്കുന്നേ? ഇത് പരുന്നാട്. എവിടെയാ? റാന്നി. ആ, ചോദിച്ചിട്ട് വിളിക്കാം. പേരെങ്ങനെയാ? ജിബു. ജിബു. അതെ. റാന്നി അല്ലേ? അതെ. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം. ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ പോർട്ടബിൾ പുതിയത് ഇറങ്ങിയ മോഡലേ. അതിന്റെ മോഡൽ നമ്പർ വല്ല അറിയാം? മോഡൽ നമ്പർ അറിയാമോ? വാട്സാപ്പിൽ ഒന്ന് ഫോട്ടോ വേണേ വാട്സാപ്പ് ചെയ്യാം. വാട്സാപ്പിലെ ഫോട്ടോയും മോഡൽ നമ്പരും അറിയാമെങ്കിൽ ഒന്ന്. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടോ? ഉണ്ട്. അത് വിട്ടാൽ മതി. ഞാനിപ്പോ ഇതിനകത്തോട്ട് വാട്സാപ്പ് ചെയ്യാം ഫോട്ടോ. ഇതിന്റെ ഒരു വെള്ളേ ഉള്ളൂ. ഒരു വെള്ളേ ഉള്ളൂ. അതാ ഞാൻ 3 വെള്ളേ. ഇതൊന്ന് കുത്തി വെച്ചേരെ എനിക്ക്. ബാറ്ററിയും തോന്നും. അതെ വെച്ചാൽ അങ്ങേറ്റത്തെ സ്കൂട്ടറാ ഏറ്റവും നല്ല സ്കൂട്ടറാ. ഈ സാധനമൊക്കെ എന്നാ ഉണ്ടായത്? ഇതൊക്കെ എന്നാണ് ഉണ്ടായത്? സ്കൂട്ടറല്ലേ മറ്റേ മൊയ്തീനെ ആ ചെറിയ സ്കൂട്ടർ നിർത്തരാൻ പറഞ്ഞത്. അതൊക്കെ എന്നാ സൂപ്പർ ഹിറ്റ് ഡയലോഗ്. അമാവലിന്റെ മൊത്തം അടിച്ച് നേരത്തി. എത്ര ഏക്കർ സ്ഥലമുണ്ട്? കുറച്ചെന്ന് പറഞ്ഞാൽ 1/2 ഏക്കർ സ്ഥലമുണ്ട്. വീടുണ്ട്, ജോലിയുണ്ട്. നല്ല നായന്മാർ പെണ്ണുങ്ങളും എല്ലാം കാണുന്നുണ്ട് എലയൻസി. അതെ അതെ അതെ. ഉണ്ടല്ലോ. ഈ സാധനമുള്ള സ്കൂൾ ഇതിന്റെ ഈ ഭാഗം. അത് പുറത്തെ. അത് കുറച്ചുകൂടെ വലിയ ഭാഷ, മറ്റേ ചെറിയ ഭാഷ. ബാക്കിയെല്ലാം ഒരു പോലത്തെ അല്ലേ? വലിയ ഭാഷ എല്ലാം പുറത്തെ, ചെറിയ ഭാഷ ഉള്ള അകത്തെ. ഇപ്പം വിളിച്ച ചേട്ടാ പ്ലേ സ്റ്റേഷൻ്റെ. നോക്കിയിട്ട് വിളിക്കാമെന്ന് പറയാം.
ഹലോ, ഇതിനകത്ത് ഇതില്ലല്ലോ, എന്തുവാ, വാട്സാപ്പില്ലല്ലോ. ഏത് നമ്പരാ വിളിച്ചത് ഏത് ചോദിച്ചു? നമ്പറാ വിളിച്ചേ? ഇപ്പൊ ഈ നമ്പറിൽ വിളിച്ച നമ്പർ തന്നെ. ഏതോ 944 പറഞ്ഞു 9447 ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഒന്ന് നോക്കിക്കേ. അവസാനം 809 അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തൊട്ട് പറ. 98 47 ആ, 98-ലില്ല, 94 47 208. 94 47 04 38 09. ആ 94 47 208. ഒരു മിനിറ്റ് ടൈപ്പ് ചെയ്തോട്ടെ. 94 47 208 208 809. 809. അതിലാ വാട്സാപ്പ്. ഓക്കെ. അപ്പോൾ സോൺചാൻ്റെ മറ്റേ നമ്പരും ആൾക്കാരുടെ കയ്യിൽ കിട്ടിയില്ലോ. ആർക്കും എനിക്ക് ഇല്ല, എനിക്ക് തന്നെ എനിക്ക് പോകണം. രണ്ടൊന്നുമല്ല, 6 ഫോണുണ്ട്. ഇവന്മാർ വിചാരിച്ച് ഈ ഫോണ്, ഞങ്ങൾ പണ്ട് ഈ 6 ഫോണും കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. നെറ്റ്വർക്ക് ഉണ്ടായിരുന്ന കാലത്ത്. നേരത്തെ എന്നായിരുന്നു പോകണമെന്ന് പറഞ്ഞാൽ പോകണമെന്നില്ല, വെറുതെ ഈ നിങ്ങളുള്ള ഏരിയയിലുള്ള നെറ്റൊക്കെ കാണുന്ന കൗതുകമായിരുന്നു. കാര്യമില്ല. കൗതുകില്ല. ഇട്ടാൽ മതി, കാരണം ഇനി അരിക്കണമല്ലോ. ഒരു ലോക്ക് തന്നെ അനുസരിച്ച് ഒരു ലോക്ക് കൂട് തന്നെ. വല്ല കോളും വരുന്നുണ്ടോ എന്ന് നോക്കി. ഒരെണ്ണം ഞാൻ തോണ്ടിയായിരുന്നു, എന്നിട്ട് കണ്ടില്ല. വരട്ടന്നേ. ഇപ്പം അത് നീ അത് ലോക്ക് സ്ക്രൂ ഇട്ടാൽ സ്ക്രൂ ഇട്ട് മാറ്റി ആ സെറ്റ് മാറ്റി അടുത്ത സെറ്റ് എടുക്കാം. ആ സർവീസ് ബുക്ക് ഒന്ന് എടുക്കാം, ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ടേ. നമ്മൾ താഴോട്ട് പോവല്ലേ? താഴോട്ട് പോകാം. ഇതിൻ്റെ 2 സ്ക്രൂ സ്റ്റാൻഡിൻ്റെ ഇടണോ? ഉണ്ട്, എളുപ്പമുണ്ട്. അങ്ങനെ എന്നാൽ വണ്ണമുള്ള 2 സ്ക്രൂ. ഇവിടെ മതി. യതീഷ് കുമാർ MR എന്നാ മൊത്തം പേര്. എൻ്റെ നാട്ടിൽ വന്ന് എന്നെ ഈ പേര് ചോദിച്ചാൽ അറിയത്തില്ല. ഇത് ക്യാമറ റെക്കോർഡിംഗ് ആണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കുന്നത്. നാട്ടിൽ വന്ന് ചോദിച്ചാൽ എനിക്ക് പേടി എവിടെ വന്ന് ഇന്നലെയൊക്കെ വന്നപ്പോ ചേച്ചി അതിലേ കൊണ്ടിടക്കുന്നത് കാണുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പുറത്തോട്ട് പറയും രതീഷ് MR അല്ലേ? യതീഷ് കുമാർ MR. രതീഷ് കുമാർ ഉണ്ട്. അല്ല, ജോബ് ഇടാനാ MR. കുറെ വലിയ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ വേറെ ജോബ് ഇട്ടായിരുന്നു അനുസരിച്ച്. ഇല്ല, പേരെന്താണ് എന്നെ എഴുതിയ മുമ്പ്? എന്നോട് പറഞ്ഞത് എഴുതി. എന്നതാണോ പറഞ്ഞത്? രാജേഷ് എന്നാ വിളിക്കണേ. ഞാൻ പിന്നെ തിരിച്ച് അന്നേരം വിട്ടുപോയി. പിന്നെ പറയണോ? രതീഷിന്റെ പേര് മറക്കരുതാത്ത, കാരണം മമ്മൂട്ടി മോഹൻലാലും ഞങ്ങൾ താമസിക്കുന്നത് ഇതൊരു VCR ആണ്, പഴയ VCR.
ഇപ്പൊ കല്യാണ കാസറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കാസറ്റൊക്കെ DVD ആക്കണമെങ്കിൽ VCRന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാൾ കൊണ്ടുവന്നതാണ് നന്നാക്കാൻ. അത് നമുക്കൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. കാസറ്റ് വീണു കയറി. ഇതിന്റെ പടം നോക്കണമെങ്കിൽ ഈ TV പടം വരുമായിരുന്നു. ഓ അത് HDMI കൂടുതൽ കൊടുവേറെ എടുത്തോണ്ട് വരണോ? ഓ ഇത് പോയതാ. ഒരു നല്ല കൂടുതലാണ്. വർഷങ്ങൾക്ക് ശേഷം റീചാർജ് ചെയ്യും. കയറി അത്ഭുതമായിരിക്കും. കയറി പുറകോട്ട് വന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഇജക്റ്റ് അടിച്ചു. തള്ളി എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ വന്നിട്ട് റിവേഴ്സ് അടിച്ച് സ്റ്റോപ്പാണ്. എന്തെങ്കിലും സെൻസർ കംപ്ലൈൻറ്റോ എന്താ സംഭവമാണ്. ചിലപ്പോൾ ഇത് അടുത്ത് വെച്ചാൽ ചിലപ്പോൾ ആ അത് നോക്കാം. സെൻസറിന് കുഴപ്പമൊന്നും നിർബന്ധമില്ല. എപ്പോൾ ഇങ്ങനെ ത്രൂ അടിക്കുമല്ലോ. അല്ല ഇത് പടം വന്നാലേ വരുള്ളായിരിക്കും. പണ്ടത്തെ പോലെ ഈ പണ്ടത്തെ സെറ്റ് സിഗ്നലായിട്ട് വരുന്നത് പടം മാത്രം. അതൊരു ഇല്ലാത്ത വീഡിയോ സെറ്റ് ഇറങ്ങി ആക്കി വരുന്നില്ല. റിബൺ വലിക്കുള്ളൂ. വലിക്കുന്നില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല. ഒരു ബ്രഷ് അടങ്ങുന്നത്
പെർഫെക്റ്റ് അല്ല, പിന്നെ കറങ്ങുന്നുണ്ട്. ഇത് പാടുപെട്ട ഒരു മോട്ടർ, ഈ മോട്ടറല്ല, ഇത് ക്യാപ്ഷൻ മോട്ടർ മാത്രം. കുത്തി നോക്കി കഴിഞ്ഞാൽ അല്ല, ക്യാപ്ഷൻ മോട്ടർ മാത്രമേ അതുള്ളൂ. ഇത് ക്യാപ്ഷൻ മോട്ടർ കറങ്ങുള്ളൂ. പക്ഷെ മെയിൻ കൺട്രോൾ മോട്ടർ ഇത് കയറാനും ഇറങ്ങാനും മാത്രമേ ഉള്ളൂ. ഹെഡ് കറങ്ങി, ഹെഡിങ്ങനെ കറങ്ങേണ്ടതാണ്. പിന്നെ കാസറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതാണല്ലോ ലോഡ് ചെയ്യുന്നത്. ലോഡ് ചെയ്ത് ഇതുണ്ട്, റിവേഴ്സ് കറങ്ങുന്നു. റിവേഴ്സ് ഉണ്ട്. അപ്പോൾ ആ മോട്ടർ കറങ്ങുന്നുണ്ട്. ഇതല്ലേ പവർ സപ്ലൈ. പല തലയോട്ടികളും കാണുന്നു, അസ്ഥികളും. കുഴിച്ചെടുത്താൽ കുഴപ്പമാണ്. ഇത് NEC ഐസി ആയിരിക്കും. NEC ജപ്പാൻ. NEC ജപ്പാൻ്റെ ഐസിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെയോ? മറ്റേ ബോർഡിൻ്റെ അല്ല,
ഈ ബെൽറ്റ് കാസറ്റ് ഇട്ട് കഴിഞ്ഞ് ഞാൻ കാസറ്റ് ഇട്ട് കഴിഞ്ഞ് കൈ കൊണ്ടൊന്ന് കറക്കി കയറുമെന്ന് നോക്കാനേ. മാറിയ ഓക്കെ ഓക്കെ അത് കൊള്ളാം. ഇപ്പം ഞാൻ മാനുവലായിട്ട് കറക്കി ബ്ലേഡ് കയറ്റുവാണ്. ഇപ്പോൾ അത് കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ മാനുവൽ കയറ്റിയിട്ട് കാര്യമൊന്നുമില്ല, സെൻസറൊക്കെ പോയിരിക്കുന്നതാണേലേ. അത് പറഞ്ഞാൽ ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇതുണ്ടല്ലേ, പകുതി വരെ ഗൈഡ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്നാ കാണിക്കും നോക്കാം. അതിനിപ്പം പകുതി കയറി നിൽക്കുവാണല്ലോ, ഇതുണ്ടല്ലേ. ഈ ഇറങ്ങിപ്പോവോ കയറിപ്പോവോ? കയറിപ്പോയി. ആ ഇറങ്ങി. സ്റ്റാൻഡ് ബൈ ആയി. ഇനിയിപ്പോൾ അത് അപ്പം ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുക, എജക്റ്റ് അടിച്ച് പോരുക. അത് ഒന്നെങ്കിൽ ഈ സെൻട്രൽ സെൻസറോ അല്ല സൈഡ് സെൻസറോ എല്ലാം പോയതാണ്. സെൻസർ കറക്റ്റ് ആണെങ്കിൽ ഫ്രണ്ടിലേക്ക് അത് കറങ്ങേണ്ടത്. ഞാൻ മാനുവലായിട്ട് കറക്കിയപ്പോൾ അത് കയറിപ്പോയി. അപ്പോൾ അത് മെക്കാനിക്കൽ കംപ്ലൈൻ്റ് ഇല്ല, ഡിജിറ്റൽ കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, നമ്മൾ സോഴ്സ് എ വി ടി വി ഇതാ. ആ അത് റിസ്ക് ഇല്ലേ? റിസ്ക് ഇല്ല. തുറന്നാൽ മതി. തുറക്കാനൊരു ഫ്ലാറ്റ് സ്ക്രൂ വരാം. ഇത്തുളയിൽ സ്ക്രൂ ഇല്ലാത്ത ടി വിയാണ്, സ്ക്രൂ ഇല്ലാത്ത. പിന്നെ തുറക്കണേ ഒരുപാട് ഒരു ഇതില്ല. സിമ്പിളാന്നൊക്കെ എല്ലാവരും പറയും. മുമ്പ് അഴിച്ചത് നല്ല സ്മൂത്തായിട്ട് പോകുന്നു അല്ലേ? അത് അഴിച്ചിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ്.
ഇത് കഴിച്ചിട്ടില്ലാത്താന്ന് തോന്നുന്നു. കൊണ്ടുപോകും. ഇതൊക്കെ മാറ്റിക്കും. ഓക്കെ, ടി വി താഴെ പോയാൽ ഞാൻ പിടിച്ചോളാം. ടി വി പ്ലെയർ വെച്ച് ഒതുക്കി വെച്ചു. ഇല്ല, ഒന്നും കുത്തിയിട്ടില്ല. അത് വേണം ഇനി. അപ്പം ഇനിയും വേണം. അങ്ങോട്ട് ഒതുക്കി വെച്ചാൽ മതി. ഹൈസെൻസ് ആണോ ചേർത്തല എന്ന് പറഞ്ഞ സെറ്റ്? ഹൈസെൻസ് ഇതിൻ്റെ സ്ക്രൂ ഒരെണ്ണം എഴുതാം. നമുക്ക് നോക്കാം. നല്ല ബോർഡൊക്കെയാണല്ലോ ഹൈസെൻസിൻ്റെ. നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. നല്ല ടി വിയാ, ഒരു കുഴപ്പമില്ല. പിക്ചറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇവിടെ ഒരു നീല ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ട്. എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊതിയാണല്ലോ ഇത്. ഇതിൻ്റെ റിമോട്ട് ഉണ്ടോ കയ്യിൽ? റിമോട്ട് ഉണ്ടോ കയ്യിൽ? ഉണ്ടോ?
സ്വിച്ച് എല്ലാം അപ്പടി ടി വിക്കകത്തുനിന്ന് ബോർഡിനകത്തുനിന്ന് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന സ്വിച്ച്. പുക പോലെ വരുന്നുണ്ടായിരുന്നു. എന്നാന്നുള്ളത് തപ്പി അവസാനം കണ്ടുപിടിച്ചു. ഓൺ ഓഫ് സ്വിച്ച് ഇരുന്ന് കത്തിക്കൊണ്ടിരുന്നതാണ്. ഓൺ ഓഫ് സ്വിച്ച് കരിഞ്ഞു പോയി. ഇത് കണ്ടോ, ഓൺ ഓഫ് സ്വിച്ചിനകത്തുനിന്ന് തീ സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റിനകത്തുനിന്ന് അത് പുകഞ്ഞ് വന്നതാണ്. അങ്ങനെ പുക വന്നുകൊണ്ടിരുന്നത്. ഇതാണ് ഓൺ ഓഫ് സ്വിച്ച്. എൽ ജിയുടെ 2 CRT TVകളാണ്. ഫ്ലാട്രോൺ എന്ന് പറഞ്ഞ് ബോർഡിൽ ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അതാണ് നോക്കുന്നത്. വീഡിയോ കിട്ടുന്നില്ല. ഒരെണ്ണത്തിന് വെർട്ടിക്കൽ കംപ്ലൈൻ്റാണ്. അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളാണ് തീർക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. എൽ ജിയും ഫിലിപ്സും കൂടെ ഉള്ള ഡിസ്പ്ലേ അത്. അതും കൂടെ കാണിച്ചത്. LG ഫിലിപ്സ് ഡിസ്പ്ലേ അല്ല, LG ഫിലിപ്സ് ഡിസ്പ്ലേ മെയ്ഡ് ഇൻ കൊറിയ. മെയ്ഡ് ഇൻ കൊറിയ. എന്നാ സംഭവിക്കുന്നു നോക്കട്ടെ. ഓണായി. ഞാൻ കൂടി പിടിക്കലോ തുറക്കാനൊക്കെ പഠിച്ചു. 8 ദിവസം കൊണ്ട് പഠിച്ചു. മിടുക്കൻ. കൂട്ടുകാരൻ്റെ കൂടെ പോയി കണ്ടിട്ടുണ്ടോ? നടുക്കത്തെ ഒരു സ്ക്രൂ അഴിക്കാനുണ്ടോ? നടുക്കത്തെ സ്ക്രൂ അഴിച്ചിട്ടില്ലെങ്കിൽ ബോർഡ് കൂടെ പോരും. കൂട്ടുകാരൻ എവിടെയുള്ള അങ്ങോട്ടൊന്നും ചെല്ലുന്നില്ല. യൂട്യൂബിൽ കണ്ട ഇപ്പൊ പോകരുത്. ഇവിടെ വരാൻ തമ്മിട്ട് വീട്ടിലൊരാൾ വരും അല്ലേ? അല്ല, ഇതൊക്കെ കഴിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ എപ്പോഴാണ് പെണ്ണുങ്ങൾ വീഴുമെന്ന് അറിയത്തില്ല. അതെ. അതല്ല, കാരന്മാരെന്ന് അവധി എടുത്ത് ഇവിടെ ആണോന്ന് യൂട്യൂബ് നിങ്ങളുടെയൊക്കെ എല്ലാരും കാണുന്നതായിരിക്കും. അങ്ങനെ വീഡിയോ അത് ഇനിയിപ്പോ അവധിയാ. ഞാൻ ഇന്നെ വിളിച്ചു പറഞ്ഞോളൂ വാട്സപ്പില്. സ്വന്തം ടിവിയുടെ സ്ക്രൂ അഴിക്കുന്നതിന് എന്നാ കുഴപ്പം? സ്വന്തം ടി വി അല്ല. ആ, അങ്ങനെ കേട്ടോ ചേച്ചി. വീഡിയോ സബ്സ്ക്രൈബറാണേ. വീട്ടിലോ എന്നാ രാവിലെ ഇന്നലെയും വന്നതാണ്. ആരാ അത്? എൻ്റെ ഏജൻസി ബെല്ലടിച്ചേ? ബെല്ലടിച്ചതാണോ നീ അടിച്ചു?